പശ്ചിമേഷ്യയിലെ ഗസയിൽ ഇസ്രയേലി ആക്രമണത്തിൽ 3 ജീവകാരുണ്യ പ്രവർത്തകരടക്കം 50ഓളം പേർ കൊല്ലപ്പെട്ടുവെന്ന് വാർത്ത വരുന്നുണ്ട്. കൊല്ലപ്പെട്ടവരിൽ തന്നെ 12 പേർ ഭക്ഷണത്തിനായിട്ട് ക്യൂ നിന്ന ആളുകളാണ്. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. അതോടൊപ്പം വെടിനിർത്തൽ ചർച്ചകൾക്കായി ഹമാസ് കെയ്റോയിലെത്തിയെന്നും വിവരം വരുന്നുണ്ട്. ഈ അവസരത്തിൽ പി ജെയിംസ് തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഹായ്. ഹായ് 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 ഹായ്. എല്ലാം ഓക്കെ ആണെന്ന് കരുതുന്നു. പി ജെയിംസ് സന്തുഷ്ടനായി ജീവിക്കുന്നു എന്ന് കരുതുന്നു. അത് തന്നെ എല്ലാം ഓക്കെയാണ്. ഓരോ പ്രഭാതവും പൊട്ടിവിടണം നമ്മൾ ആലോചിക്കണം. ഇന്നും കൂടെ കടന്നുപോയി ജീവിതം അങ്ങനെയൊക്കെയാണ്. പശ്ചിമേഷ്യയിലെ കാര്യം പറയൂ. എസ് കെ, പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ ഇന്ന് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത്. ഈ മനുഷ്യൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വിശന്ന് ഈ സമയത്ത് അതിനുവേണ്ടി ക്യൂ നിൽക്കുമ്പോൾ ആ ഭക്ഷണം നൽകുന്നതിന് പകരം ബോംബ് വർഷിക്കുക എന്ന് പറയുന്നത് വളരെ ക്രൂരവും മനുഷ്യത്വരഹിതവുമാണ്. ഒരു ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ഇത് പട്ടിണിക്കോലങ്ങളായിട്ട് മാറിയ മനുഷ്യരാണ് ഇതിലെ പലസ്തീനികളായിട്ടുള്ള ആൾക്കാർ. 23 ലക്ഷം പേരാണ് എസ് കെ ജീവന് വേണ്ടി നെട്ടോട്ടം ഓടുന്നത്. ഒരു പക്ഷേ ഇവരൊക്കെ പറയുന്നത് ഒക്ടോബർ 7 കഴിഞ്ഞ വർഷം ഇസ്രായേലിൽ കയറി ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 1200-ലേറെ പേർ കൊല്ലപ്പെട്ടു, 250 പേരെ ബന്ദികളായി കൊണ്ടുപോയി. അതിന് കഴിഞ്ഞ 13 മാസമായി സാധാരണക്കാരായിട്ടുള്ള പാലസ്തീനികളെ ഗസയിൽ ശ്വാസം മുട്ടിച്ചും ബോംബ് വർഷിച്ചും കൊല്ലുകയാണ്. അപ്പൊ ആ തരത്തിൽ ഇന്ന് ഈ 24 മണിക്കൂറിനുള്ളിൽ 50 പേർ ഔദ്യോഗിക കണക്കനുസരിച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഖാൻ യൂനിസിൽ വെച്ചാണ്, പ്രത്യേകിച്ച് തെക്കൻ ഗസയിലെ പ്രധാന നഗരമാണ് ഖാൻ യൂനിസ്. ഖാൻ യൂനിസിലാണ് ഈ ഭക്ഷണത്തിന് ക്യൂ നിൽക്കുമ്പോൾ അവർക്ക് നേരെ ഈ ബോംബ് വർഷത്തിൽ 12 പേർ കൊല്ലപ്പെട്ടത്. ഒരുപക്ഷെ അതോടൊപ്പം തന്നെ വളരെ ദുഃഖകരമായ വാർത്തയാണ് ഇത്. ഭക്ഷണം കൊടുക്കാൻ വേൾഡ് സെൻട്രൽ കിച്ചണിൽ നിന്നെത്തിയ 3 ജീവകാരുണ്യ പ്രവർത്തകർ, ഇതൊരു അമേരിക്കൻ NGO ആണ് വേൾഡ് സെൻട്രൽ കിച്ചൺ. അവരാണ് ഗസയിൽ ഇപ്പോൾ കൂടുതലായിട്ട് ഭക്ഷണം നൽകുന്നത്. കാരണം പാലസ്തീനികളുടെ റെഫ്യൂജി സംഘടനയുണ്ടായിരുന്ന ഐക്യരാഷ്ട്രസഭയുടെ അതിനെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ ആകെയുള്ളൊരു ആശ്വാസമാണ് വേൾഡ് സെൻട്രൽ കിച്ചണിൽ നിന്നുള്ള ഈ ഫുഡ് പാക്കറ്റ്സും ഭക്ഷണവും എത്തിക്കുന്നത്. ഇപ്പൊ അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പ്രവർത്തകരെയൊക്കെ ബോംബ് ചെയ്ത് ഇസ്രായേൽ കൊല്ലുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അവർ ഭക്ഷ്യ വിതരണം വേണ്ടത് വെച്ചിരിക്കുന്നു, തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നു. അപ്പൊ തന്നെ ഗസയിൽ വീണ്ടും പട്ടിണി കൂടുകയാണ്. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എസ് കെ. ഇതിനിടയിൽ ഹമാസിന്റെ നേതാക്കൾ ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിൽ എത്തിയിട്ടുണ്ട്. വെടിനിർത്തലിനെ കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ലെബനനിൽ കഴിഞ്ഞ 5 ദിവസം മുൻപാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. അത് നടപ്പിലായി. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ചില ഏറ്റുമുട്ടലുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ലെബനിലെ 60 ഗ്രാമങ്ങളിലേക്ക് പ്രവേശിക്കരുതെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞിട്ടുണ്ട്. അവിടെ പ്രവേശിച്ചാൽ അപകടകരമാണ്. പിന്നെ ഇസ്രായേലി സൈന്യം പിൻവാങ്ങിയ പ്രദേശങ്ങളിലേക്ക് പോകണ്ടെന്ന് ലെബനിന്റെ ഔദ്യോഗിക സേന തന്നെ പറഞ്ഞിരിക്കുന്നു. ഹെസ്ബുള്ളക്കാര് ഇസ്രായേലിന്റെ അതിർത്തിയിൽ പോകാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എസ് കെ എൻ. ഇതിനിടയിൽ ഒരുപക്ഷെ എസ് കെ എൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് സിറിയയിൽ വലിയ ഏറ്റുമുട്ടലാണ്. 100 കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുന്നു. സിറിയയിലെ 2ാമത്തെ വലിയ നഗരമായ ആലപ്പോ ഏതാണ്ട് വിമത സേന പിടിച്ചടക്കിയിരിക്കുകയാണ്. അവിടുത്തെ സൈന്യത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. സൈന്യത്തിന് റഷ്യയുടെ വലിയ പിന്തുണയുണ്ട്. റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ സിറിയയിലെ അലപ്പോ നഗരത്തിൽ തലങ്ങും വിലങ്ങും ബോംബ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് സിറിയയുടെ ഔദ്യോഗിക സൈന്യം പിൻവാങ്ങി. ഈ റഷ്യൻ ആക്രമണത്തിൽ 200ഓളം വിമത സേനക്കാർ കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്ത വരുന്നുണ്ട്. പക്ഷെ റഷ്യ പറയുന്നു ഞങ്ങൾ 200 പേരെ വധിച്ചു എന്ന് അവകാശപ്പെടുന്നു. ഈ തരത്തിൽ എസ് കെ എൻ സിറിയയിൽ, അതുപോലെ തന്നെ ലെബനിൽ നിർത്തിവെച്ചപ്പോൾ സിറിയയിൽ, ഗസയിൽ ഒക്കെ യുദ്ധം രൂക്ഷമായ രീതിയിൽ നടക്കുകയാണ്. ഇസ്രായേലിൽ ഇതിനിടയിൽ എസ് കെ എൻ ബന്ദികളെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ട് 10,000-കണക്കിന് ആൾക്കാർ പ്രതിഷേധ മാർച്ച് നടത്തി. അതിന് കാരണമായിട്ട് അവർ പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇവിടെ ഗസയിൽ ഒരു വെടിനിർത്തലിന് വേണ്ടത്ര ശ്രമിക്കുന്നില്ല. അതിൽ പ്രതിഷേധിച്ചാണ് ഇസ്രായേലിൽ ആ തരത്തിലുള്ള പ്രകടനങ്ങൾ നടക്കുന്നത്. എസ് കെ പി ജെയിംസ്, വളരെ അപകടകരമായ ഒരു പ്രഖ്യാപനം ഈ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയിട്ടുണ്ടല്ലോ. 34 കൊല്ലത്തിന് ശേഷം അവർ ആണവ പരീക്ഷണം നടത്താൻ പോകുന്നു, നോർത്ത് കൊറിയയുടെ സഹായവും അവർക്കുണ്ട് എന്ന രീതിയിൽ വാർത്ത വരുന്നു. യഥാർത്ഥത്തിൽ അണ്വായുധങ്ങൾ നിരോധിക്കാനുള്ള നീക്കം ലോകത്ത് നടക്കുമ്പോൾ പുതിയൊരു ശ്രമമാണ് റഷ്യയെ പോലൊരു വൻ ശക്തി നടത്തുന്നത്. എസ് കെ എൻ, ഇതില് വളരെ അപകടകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 1990-ലാണ് അവസാനമായി സോവിയറ്റ് യൂണിയൻ തകരുന്നതിന് മുൻപ് ഒരു ആണവ പരീക്ഷണം നടത്തിയത്. സോവിയറ്റ് യൂണിയൻ 91-ൽ തകരുകയും പിന്നീട് റഷ്യയും 10-15 റിപ്പബ്ലിക്കുകളും രൂപം കൊണ്ട ശേഷം ഇതേവരെ ഒരു ആണവ പരീക്ഷണം നടത്തിയിട്ടില്ല. അപ്പോൾ
ഇവിടെ സംഭവിച്ചിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഉദ്ധരിച്ചുകൊണ്ടൊരു സീനിയർ മന്ത്രി തന്നെയാണ് അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചത്, ഞങ്ങൾ ആണവായുധ പരീക്ഷണം അല്ലെങ്കിൽ ആണവ പരീക്ഷണം നടത്താൻ പോവുകയാണ് എന്ന് പറയുന്നത്. ന്യൂക്ലിയർ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ആണവ മത്സരത്തിലേക്ക് റഷ്യ പോകാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പൊ തന്നെ റഷ്യയുടെ കയ്യിൽ SK-9 6000 വാർഹെഡ്സ് ഉണ്ട്, ആണവായുധങ്ങളുണ്ട്. അതിൽ ഏതാണ്ട് പിന്നെയുള്ള 6000 ഉള്ളത് അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും ചൈനയുടെയും ഇന്ത്യയുടെയും ഒരുപക്ഷെ ഇറാന്റെ, ഇസ്രായേലിന്റെ, പാകിസ്ഥാന്റെ ഒക്കെ കയ്യിലാണ്. 9 രാഷ്ട്രങ്ങൾ കൂടി ഉള്ള ആണവായുധങ്ങൾ ഒറ്റയ്ക്ക് റഷ്യയുടെ കയ്യിലുണ്ട്. കാരണം റഷ്യ സോവിയറ്റ് യൂണിയന്റെ കാലത്തുണ്ടായിരുന്ന ആണവായുധങ്ങൾ മുഴുവൻ മറ്റ് റിപ്പബ്ലിക്കുകളിൽ നിന്ന് വാങ്ങിക്കൂട്ടുകയും യെൽസിൻ എന്ന് പറഞ്ഞത് എല്ലാ റിപ്പബ്ലിക്കുകൾക്കും നമ്മൾ പ്രൊട്ടക്ഷൻ, സംരക്ഷണം നൽകാമെന്നാണ് പറഞ്ഞത്. പക്ഷെ സംരക്ഷണം നൽകുന്നില്ലെന്ന് മാത്രമല്ല, ഉക്രൈൻ അതിലൊരു രാജ്യമായിരുന്നു, ഉക്രൈനെ ആക്രമിക്കുകയും ചെയ്യുന്നു. ഇതിപ്പോൾ ഉണ്ടായിരുന്ന പ്രകോപനം, ഉക്രൈന് അണുവായുധം കൊടുക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു, അങ്ങനെ വന്നാൽ ഞങ്ങൾ അണുവായുധം പ്രയോഗിക്കുമെന്നുള്ള ഭീഷണിയാണ് ഏറ്റവും അവസാനമായി നടത്തിയിരിക്കുന്നത്. അതുപോലെ SK പറഞ്ഞ പോലെ വടക്കൻ കൊറിയയുടെ ഭരണാധികാരി കിം ജോങ് ഉൻ രംഗത്തിറങ്ങിയിട്ടുണ്ട്. റഷ്യക്ക് പൂർണ്ണ പിന്തുണ എല്ലാ കാര്യത്തിലും. ഇപ്പോൾ തന്നെ 10,000 വടക്കൻ കൊറിയൻ സൈനികർ രംഗത്തുണ്ട് ഉക്രൈൻ യുദ്ധത്തിൽ. അവർ കർസ്ക് എന്ന റഷ്യയുടെ പ്രദേശം തിരിച്ചുപിടിക്കാൻ റഷ്യൻ സേനയോടൊപ്പം പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. ആ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനിടയിൽ വ്ളാഡിമിർ സെലൻസ്കി ഇന്നലെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചാണ്, പറഞ്ഞൊരു കാര്യമാണ്, നാറ്റോയിൽ അംഗത്വം നൽകിയാൽ യുദ്ധം അവസാനിപ്പിക്കാം. ഒരു തരത്തിലും ഇപ്പോ റഷ്യയുടെ പിടിച്ചടക്കിയ പ്രദേശങ്ങൾ വിട്ടുതരേണ്ട നല്ലൊരു പ്രപ്പോസലാണ് പുറത്തേക്ക് കാണുമ്പോൾ. പക്ഷേ നാറ്റോയിൽ അംഗത്വത്തിന്റെ പേരിലാണ് റഷ്യ ആക്രമണം തുടങ്ങിയത്. 3 വർഷം ഫെബ്രുവരിയിൽ തികയാൻ പോകുന്ന SK-9. അതുകൊണ്ട് തന്നെ ഈ സെലൻസ്കിയുടെ ഇതിനോട് ആരും പ്രതികരിച്ചിട്ടില്ല, മൗനത്തിലാണ്. അത് ഒരു വലിയ പ്രശ്നമായിട്ട് മാറുകയാണ് SK-9. ഓക്കെ, താങ്ക് യു VP ജെയിംസ്. അത്യാവശ്യം പോയി ഒരു കോഫിയോ ചായ കഴിച്ച് സുസ്മേരവതനായിട്ടൊന്ന് ഉലാത്തി നടക്കൂ.